മോർണിംഗ് വി ആർ അനലൈസിങ് I-19 എക്സാം. അതായത് 2024 നടന്ന I-19 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത്. കോഡ് സെറ്റ് ആണ് അനലൈസ് ചെയ്യുന്നത്. നോക്കൂ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എന്തൊക്കെയാണ്? 100 questions ആണ്. This booklet contains 100 questions and each question carries 1 mark. 100 ക്വസ്റ്റ്യന് 1 മാർക്ക് വീതം. അടുത്ത് നോ നെഗറ്റീവ് മാർക്കിംഗ്. അടുത്ത സംഭവമാണ് ഇതിനകത്ത് നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല. 3 hours, നമുക്ക് 3 മണിക്കൂർ കിട്ടും. 3 മണിക്കൂറിനുള്ളിൽ സ്വസ്ഥമായി വായിച്ച് എക്സാം എഴുതാം. പിന്നെ ബേറാക്ക് വിത്തൗട്ട് നോട്ട്സ് ആർ അലൗഡ്. നോട്ട്സ് ഇല്ലാത്ത ബേറാക്സ് ആണ് നല്ലത്. അഥവാ ബേറാക്കിനകത്ത് നോട്ട് ഇല്ലാതെ കയ്യിലില്ലെങ്കിൽ എന്താണ്, ഇൻവിജിലേറ്ററിനെ കാണിക്കുക, എക്സാമിനറിനെ കാണിക്കുക ചെയ്തിട്ടേ കയറ്റാൻ പറ്റും. പിന്നെ മൊബൈൽ ഫോണും ലാപ്ടോപ്സും ഒന്നും, സ്മാർട്ട് വാച്ച് ഉണ്ടെങ്കിൽ അതൊന്നും എക്സാം ഹാളിനകത്ത് ഒരു ഇലക്ട്രോണിക് ഡിവൈസും അലൗഡ് അല്ല. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാം. കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി. ആദ്യത്തെ ഫസ്റ്റ് 10 ക്വസ്റ്റ്യൻസും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. In which case was a registered society held to be an authority for the purpose of Article 12? Article 12-നകത്ത് വരുന്ന അതോറിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ്, രജിസ്റ്റേർഡ് സൊസൈറ്റിക്കകത്ത് അതോറിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആർട്ടിക്കിൾ 12 വരും എന്ന് ഏത് കേസിനകത്താണ് ഹെൽഡ് ചെയ്തത്? അജയ് ഹാസിയ വേഴ്സസ് ഖലീദ് മുജീബിനകത്തല്ലേ? AR 1981 കേസാണ്. അപ്പോൾ നമുക്കറിയാം സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ ആണ് ആർട്ടിക്കിൾ 12-നകത്ത് വരുന്നത്. സ്റ്റേറ്റ് നമുക്ക് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാം? ഗവൺമെന്റ് ആൻഡ് പാർലമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. സ്റ്റേറ്റിന്റെ ലെവൽ വരുമ്പോൾ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. മറ്റത് സെൻട്രൽ വരുമ്പോഴത്തേക്കും യൂണിയൻ ഗവൺമെന്റ് വരുമ്പോൾ ഗവൺമെന്റ് ആൻഡ് പാർലമെന്റ്. ദെൻ സ്റ്റേറ്റ് ഇൻക്ലൂഡ്സ് വീണ്ടും എന്ത് ഡെഫിനിഷൻ? ഓൾ ലോക്കൽ ആൻഡ് അതർ അതോറിറ്റീസ്. എല്ലാ ലോക്കലും മറ്റ് അതോറിറ്റീസും സ്റ്റേറ്റിന്റെ ഡെഫിനിഷന്റെ കീഴിൽ വരും. അത് തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓൾ ലോക്കൽ ആൻഡ് അതർ അതോറിറ്റീസിനകത്ത് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ വരുന്ന എല്ലാ ലോക്കലും അതർ അതോറിറ്റീസും. അതേസമയം അണ്ടർ ദ കൺട്രോൾ ഓഫ് ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കൺട്രോളിൽ വരുന്നതും, പക്ഷേ മേ ബി ഔട്ട്സൈഡ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ടെറിട്ടറിയുടെ ഔട്ട്സൈഡ് ആണെങ്കിലും പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പാണ് നമ്മുടെ ഡെഫിനിഷനകത്ത് തന്നിരിക്കുന്ന കോൺസെപ്റ്റ് ആർട്ടിക്കിൾ 12-നെ കുറിച്ച്. അപ്പോൾ നമുക്ക് ഏതാണ് കേസ് ലോ എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. അപ്പോൾ കേസ് ലോ ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്താണ് കേസ് ലോസ് വായിക്കണം, ഡെഫിനിഷൻസ് വായിക്കണം. അതായത് ഓരോ ആർട്ടിക്കിളിനും എന്താണ് പ്രൊവിഷൻസ് എന്നുള്ളത് വായിച്ചു പോവുക. അത് മനസ്സിലാക്കി വായിച്ചു പോയാൽ മതി, കാണാതെ പഠിക്കാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല. ഇനി അജയ് ഹാസിയ വേഴ്സസ് ഖലീദ് മുജീബ് എന്നുള്ള കേസ് ലോസ് ഒക്കെ വരുന്നത് 1975-ന് ശേഷമാണ്. 1950 to 1967 വരെ നമ്മുടെ കോർട്ട് ആർട്ടിക്കിൾ 12 എന്ന് പറയുന്നത് ഇന്റർപ്രറ്റ് ചെയ്തത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ഇന്റർപ്രറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് 1967 to 1975 ആയപ്പോഴാണ് ട്രൈ ടു ഇൻക്ലൂഡ് അല്ലെങ്കിൽ ഇറ്റ് എക്സ്റ്റെൻഡഡ് ടു കവർ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണലും സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസും ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ 1967 to 1975. ഫ്രം 1975 മുതലാണ് ലിബറൽ ആയിട്ട് സ്റ്റേറ്റ് എന്ന് പറയുന്ന സ്കോപ്പിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്യാൻ തുടങ്ങി? സ്കോപ്പ് ഓഫ് സ്റ്റേറ്റ് വാസ് എൻലാർജ്ഡ് ടു കവർ ഓൾ ഇൻസ്ട്രുമെന്റാലിറ്റീസ് ഓർ ഏജൻസീസ് ഓഫ് സ്റ്റേറ്റ്. എല്ലാ ഏജൻസീസും സ്റ്റേറ്റും അതിന്റെ കീഴിൽ വരാൻ തുടങ്ങി. അപ്പൊ 1975 മുതലാണ് സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് ആഡ് ചെയ്യാൻ തുടങ്ങിയത്. ആര്? നമ്മുടെ കോടതി. സോ അജയ് ഹാസിയ വേഴ്സസ് ഖലീദ് മുജീബിനകത്ത് നോക്കിയേ. In this case, it was held that societies registered under Societies Registration Act 1898 is an agency or instrumentality of the state, and therefore it is covered under definition of state under Article 12. അപ്പോൾ Societies Registration Act 1898-ലാണ് എന്താണ്? സൊസൈറ്റീസിനുള്ളിൽ എന്തൊക്കെ വരും? ഏജൻസി അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റാലിറ്റി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഭവം വരും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയല്ലോ. സോ ഇറ്റ് വാസ് ആഡഡ് ആൻഡ് ആർട്ടിക്കിൾ 12. ഇതിനകത്ത് ഈ കേസ് ലോസിനകത്ത് ഗവൺമെന്റ് ഇതിന്റെ പർപ്പസ് വരെ ക്ലിയർ ആയിട്ട് അനലൈസ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ആ കേസ് ലോ കൂടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ വായിച്ചു നോക്കുക. Then, in which case did Supreme Court of India held that fundamental rights cannot be waived? എവിടെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് വേവ് ചെയ്യാൻ പറ്റത്തില്ല? വീണ്ടും കേസ് ലോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ബഷീർനാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് IT കമ്മീഷണർ, അതേതാണ്? ഡോക്ട്രിൻ ഓഫ് വേവർ. നമ്മൾ തിയറി ഓഫ് എക്ലിപ്സ്, ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സ്, അതേപോലെ ഡോക്ട്രിൻ ഓഫ് വേവർ, ഇതൊക്കെ വായിക്കുന്നുണ്ട്. സെപ്പറേഷൻ, ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ, അതൊക്കെ നമ്മുടെ കോൺസെപ്റ്റിനകത്ത് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വായിച്ചു പോകുന്ന ഡോക്ട്രിൻസ് ആണ്.
അപ്പൊ അതിനകത്ത് വെയ്വറിന്റെ ഡോക്ടറിനകത്ത് വരുന്നതാണിത്. ബഷീർനാഥ് വേഴ്സസ് IT കമ്മീഷണർ 1959 കേസാണ്. ഇതിനകത്തും കോടതി എന്താണ് ഹെൽഡ് ചെയ്തത്? ഒരു പഴയ കേസ് ലോ ആണ്. അപ്പൊ നമ്മുടെ വെയ്വ് മീൻസ് എന്താണ്? ടു ഗിവ് അവേ അല്ലെങ്കിൽ സറണ്ടർ. നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് സറണ്ടർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സുപ്രീം കോടതി ഈ കേസിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് അത് ഹെൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പലന്റ് ഇതിനകത്ത് ഈ കേസ് ലോയ്ക്കകത്ത് അപ്പലന്റും നമ്മുടെ IT കമ്മീഷണറും തമ്മിലുള്ള കേസ് ലോ ആണ്. അവർ തമ്മിലുള്ള 1959 കേസാണ്. അപ്പലന്റ് എന്ത് ചെയ്തു? അപ്പലന്റ് ഹാഡ് റീച്ച്ഡ് എ സെറ്റിൽമെന്റ്, ഒരു സെറ്റിൽമെന്റിലെത്തി വിത്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, IT ഡിപ്പാർട്ട്മെന്റുമായിട്ട് ടു പേ 3 lakh rupees പെർ മന്ത് ഫോർ ടാക്സസ് ദാറ്റ് ഹി ഓഡ് അണ്ടർ ഇൻകം ടാക്സ് ആക്ട്. അപ്പോൾ ഒരു സെറ്റിൽമെന്റ് IT ഡിപ്പാർട്ട്മെന്റുമായിട്ട് എത്തി 3 ലക്ഷം രൂപ അടച്ചുകൊള്ളാം. However, later the act was determined to be unconstitutional. പക്ഷെ പിന്നീട് എന്താണ് ഈ ആക്ട് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയി മാറി. അപ്പൊ ഭരണഘടനാ വിരുദ്ധമായി മാറിയെങ്കിൽ അങ്ങനെ വന്നപ്പോ ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ സെറ്റിൽമെന്റ് പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ അപ്പലന്റ് ചാലഞ്ച് ചെയ്തു. ചാലഞ്ച് ചെയ്ത് സെറ്റിൽമെന്റ് IT ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്തു? IT ഡിപ്പാർട്ട്മെന്റ് ആർഗ്യൂഡ് ദാറ്റ് ഹി വേവ്ഡ്, അദ്ദേഹം വേവ് ചെയ്തു ഹിസ് റൈറ്റ് ബൈ റീച്ചിങ് എ സെറ്റിൽമെന്റ്. സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞ സംഭവം ആഡ് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇനി ഈ റൈറ്റ്, ഈ ഫണ്ടമെന്റൽ റൈറ്റ് കിട്ടത്തില്ല. അദ്ദേഹം ഇത് ഗിവ് അവേ ചെയ്തു അല്ലെങ്കിൽ വേവ് ചെയ്തു. പക്ഷെ നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞു, അൺലൈക്ക് USA, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസൻ ഫോളോ ഡോക്ട്രിൻ ഓഫ് വേവർ. നമ്മുടെ USA കോൺസെപ്റ്റ് പോലെ ഇവിടെ ഡോക്ട്രിൻ ഓഫ് വേവർ നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞു ഇന്ത്യയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നില്ല. It is further held that it is not open to a citizen to waive any of the fundamental rights conferred by Part 3 of the Constitution. നമ്മുടെ സിറ്റിസൻസിന് എന്തില്ല? സിറ്റിസന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നോൺ സിറ്റിസൻസിന്റെ കാര്യമൊന്നും സുപ്രീം കോടതി പറയുന്നില്ല. ഇറ്റ് ഇസ് നോട്ട് ഓപ്പൺ ടു സിറ്റിസൺ ടു വേവ് എനി ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്. നമ്മുടെ പാർട്ട് 3 പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ് ഒരു സിറ്റിസനും വേവ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഗിവ് അവേ ചെയ്യേണ്ട കാര്യമില്ല. Fundamental rights are an obligation imposed upon the state by the Constitution. സ്റ്റേറ്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പോൾ അത് ഒബ്ലിഗേഷൻ ആണ്, സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ് അത് ഫോളോ ചെയ്യേണ്ടത്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. സോ ഇറ്റ് ഇസ് ദ കോർട്ട്സ് ഡ്യൂട്ടി ടു എൻഫോഴ്സ് ദം. കോടതിയുടെ ജോലി ഇത് എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. സോ നോ പേഴ്സൺ ക്യാൻ റിലൈ ദ സ്റ്റേറ്റ് ഓഫ് ദിസ് ഒബ്ലിഗേഷൻ. അപ്പൊ ക്ലിയർ ആയിട്ട് കോടതി പറഞ്ഞല്ലോ ബഷീറിനകത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് cannot be waived. ഇപ്പൊ 2 കേസ് ലോസ് ആണ് ആദ്യം നോക്കിയത്. ആദ്യം ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത്, ബൈ വിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വാസ് ക്ലോസ് 4B ഇൻസേർട്ടഡ് ഇൻ ടു ആർട്ടിക്കിൾ 16? ഏതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ? 81st അമെന്റ്മെന്റ് ആക്ട് 2000-നകത്താണ് നമ്മുടെ ക്ലോസ് 4B ആഡ് ചെയ്തത് ആർട്ടിക്കിൾ 16-ല്. ആർട്ടിക്കിൾ 16 എന്താന്ന് കമന്റ് ചെയ്യുക എല്ലാവരും. ആർട്ടിക്കിൾ 16 അറിയാത്ത ആരുമില്ല. എംപ്ലോയ്മെന്റ് ബേസിസ് അല്ല. ആർട്ടിക്കിളിനകത്ത് എന്താണ് എന്ന് കമന്റ് ചെയ്യാം. ഇതിനകത്ത് എത്ര ക്ലോസസ് ഉണ്ട്, ഏതൊക്കെ ക്ലോസസ് ആഡ് ചെയ്തു, എന്തൊക്കെയാണ് സംഭവം. അതിനകത്ത് ഇനിയും വരുന്ന വർഷങ്ങളിലും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് ഈ ആർട്ടിക്കിൾ 16-നകത്ത്. സോ 81st അമെന്റ്മെന്റ് ആക്ട് ആണ്, അത്ര മാത്രമേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ, വർഷം ചോദിച്ചിട്ടില്ല, എന്താണ് സംഭവം എന്ന് ചോദിച്ചിട്ടില്ല. 50% ലിമിറ്റ് നമ്മൾ കൊണ്ടുവന്നു. SC, ST, OBCയുടെ ബാക്ക്ലോഗ് വേക്കൻസീസിനകത്ത് ബാക്ക്ലോഗ് വേക്കൻസീസിന് മുന്നിൽ 50% എന്നുള്ള ലിമിറ്റ് കൊണ്ടുവന്നു. അതേപോലെ ക്ലോസ് 4A ആഡ് ചെയ്തിട്ടുള്ളത് ഏതാണ്? 77 അമെന്റ്മെന്റ് ആക്ട് 1955 ആണ് ക്ലോസ് 4A ആഡ് ചെയ്തത്. നമ്മൾ 4th ക്വസ്റ്റ്യനും 5th ക്വസ്റ്റ്യനും വിഡ്രോ ചെയ്തതുകൊണ്ട് ഇവിടെ അനലൈസ് ചെയ്യുന്നില്ല. ഇനി റിപ്പോർട്ട്സ് ഓഫ് 6th ക്വസ്റ്റ്യൻ നോക്കിയേ. The reports of Comptroller and Auditor General of India relating to accounts of a state shall be submitted to the ആരുടെ മുന്നിലാണ് സബ്മിറ്റ് ചെയ്യുന്നത്? സ്റ്റേറ്റിന്റെ കാര്യം വരുമ്പോൾ ഗവർണറിന്റെ മുന്നിലും, സെൻട്രൽ ഗവൺമെന്റിന്റെ കാര്യം വരുമ്പോൾ ആരുടെ മുന്നിൽ സബ്മിറ്റ് ചെയ്യണം? ഓട്ടോമാറ്റിക്കലി വൈസ് പ്രസിഡന്റ്. Now, next question നോക്കിയേ. 7th question. Which of the following article of the Constitution of India declares that Supreme Court shall be a court of record? സുപ്രീം കോടതി കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറഞ്ഞത് ഏതാണ്? ആർട്ടിക്കിൾ 129 എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അതേപോലെ ഹൈക്കോടതി ആണെങ്കിൽ ആർട്ടിക്കിൾ 250. Which article deals with the powers, privileges and immunities of Parliament and its members? ഇത് ഏതാണ്? പാർട്ട് 5-നകത്ത് വരുന്ന ആർട്ടിക്കിൾ ആണ്. അത് തന്നെ പാർട്ട് 5-നകത്ത് നമ്മൾ യൂണിയന്റെ പാർട്ട് 5 അതിനകത്ത് ചാപ്റ്റർ 1, 2, 3, 4 എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ചാപ്റ്റർ 2 പാർലമെന്റിന്റെ ഭാഗത്ത് വരുന്നത്. അതായത് പാർലമെന്റിന്റെ മെമ്പേഴ്സിന്റെ പവേഴ്സ്, പ്രിവിലേജസ്, ഇമ്മ്യൂണിറ്റീസ് എവിടെയാണ് പറയുന്നത്? ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 105.
ഇനി അടുത്ത അമെന്റ്മെന്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആർട്ടിക്കിൾ 16 അമെന്റ്മെന്റ് ചോദിച്ചു. അടുത്തതാ വീണ്ടും അമെന്റ്മെന്റ് ചോദിക്കുന്നത് GSTയുടെ അമെന്റ്മെന്റ് ആണ്. ഏത് ആർട്ടിക്കിളിന് ഏത് വർഷമാണ് സോറി ഇവിടെ ഏത് വർഷമല്ല ചോദിച്ചിരിക്കുന്നത്, വിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ഏത് അമെന്റ്മെന്റ് ആക്ട് ആണ് കൊണ്ടുവന്നത്. അതായത് നേരത്തെയും 81st അമെന്റ്മെന്റ് ആണ് ചോദിച്ചത്. ഇവിടെ 101 101ാമത്തെ അമെന്റ്മെന്റ് ആണ് GST ആഡ് ചെയ്തത് അല്ലെ. 2016 ആണ് വർഷത്തിനാണ് ആഡ് ചെയ്തത് GST ആഡ് ചെയ്തത്. ഇപ്പൊ GSTയെ കുറിച്ച് ഇനി അടുത്ത വരുന്ന വർഷങ്ങളിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഏരിയ ആണ്. Who can initiate impeachment proceedings against President of India? President of India against ആയിട്ട് ആരാണ് impeachment proceedings എടുക്കുന്നത്? either House of Parliament. നമ്മുടെ ആർട്ടിക്കിൾ 61 വായിക്കുക. ക്ലാസ് 8 തന്നെ തന്നിട്ടുണ്ട്. either House of Parliament. ഏത് പാർലമെന്റ് ഹൗസിന് വേണമെങ്കിലും ഇംപീച്ച്മെന്റ് രണ്ട് ലോക്സഭയും രാജ്യസഭയും രണ്ടുപേർക്കും ആവാം അല്ലെ. ആർട്ടിക്കിൾ 61 അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നന്നായിട്ട് വായിക്കുക. ഏത് ഏരിയയിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. ഇനി അടുത്ത പോർഷൻ അടുത്ത ക്ലാസ്സിൽ